കേസിൽ അറസ്റ്റിലായ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ജയിലിന് പുറത്ത് സ്വീകരണം. ചേർത്തലയിൽ നിന്ന് വിജിലൻസ് അറസ്റ്റ് ചെയ്ത മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KG ബിജുവിനെയാണ് ബസ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചത്. സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആലപ്പുഴയിൽ നിന്ന് ബസ്സിൽ ആളുകൾ കോട്ടയത്തെത്തിയാണ് സ്വീകരണം നൽകിയത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ഇതൊന്നും കാര്യമൊന്നുമില്ല സാറതില്ലേ, നല്ല ഗംഭീരമായിട്ട് ഒന്നും അതില്ലേ എല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ, ചേർത്തല മുഴുവനുണ്ട്. ഫോട്ടോ എടുക്കും, ഫോട്ടോ വീഡിയോ അത് കുഴപ്പമില്ല. അങ്ങനെ ചിന്തിക്കാതെ അങ്ങനെ ചിന്തിക്കാതെ. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അശ്വിൻ, കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ആൾക്കാണോ ഈ വിധമുള്ള സ്വീകരണം നൽകുന്നത്? എന്താണ് ഈ സ്വീകരണം നൽകാൻ എത്തിയവർ ഈ വിഷയത്തിൽ പറയുന്നത്? അഷിത, കഴിഞ്ഞ മാസമാണ് ഈ കൈക്കൂലി കേസിൽ KG ബിജു അറസ്റ്റിലാവുന്നത്. വിജിലൻസ് അയാളുടെ വീട്ടിലെത്തി ഇയാളുടെ കയ്യിൽ നിന്നും 2600 രൂപ പിടിച്ചെടുത്തിരുന്നു. ഇത് കൈക്കൂലി പണമാണ് എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ റിപ്പോർട്ട്. പക്ഷെ ഇതിൽ ഈ ഇദ്ദേഹത്തിനെതിരായ ഈ റിപ്പോർട്ടിൽ ആളുകൾ പറയുന്നത്, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം പറയുന്നത് KG ബിജുവിനെ ഈ കേസിൽ കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. 37 വർഷത്തെ സർവീസ് ഉണ്ട് ഇദ്ദേഹത്തിന്. ഇക്കാലം അത്രയും ഒരു കൈക്കൂലി കേസിലോ മറ്റ് അനധികൃതമായ ഇടപാടിലോ ഒന്നും പിടിക്കപ്പെടാത്ത വ്യക്തിയാണ്. പക്ഷെ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമ അയാൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂളിന്റെ അനധികൃത ഇടപാടുകൾ ഈ RTO പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ഇയാളെ മനഃപൂർവ്വം കൈക്കൂലി കേസിൽ കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്വീകരണം നൽകാനെത്തിയ ആളുകൾ ആരോപിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ചില തെളിവുകളടക്കം ഈ KG ബിജു വരും ദിവസങ്ങളിൽ പുറത്തുവിടും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതായത് 2600 രൂപ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വീട്ടിൽ കൊണ്ടുവച്ച് അവിടെ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിലെ ആരോപണം. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവിടും എന്നുള്ളതും KG ബിജുവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നിലവിൽ പറയുന്നുണ്ട്. എന്തായാലും ഒരു മാസം മുമ്പ് അറസ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ഈ 2600 രൂപ വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെ എത്തി പിടിച്ചെടുക്കുകയും അത് ഈ KG ബിജു കൈക്കൂലിയായി വാങ്ങിയ പണമാണ് എന്ന് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുകയുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു മാസത്തോളം കോട്ടയം ജില്ലാ ജയിലിൽ KG ബിജു റിമാൻഡിൽ കഴിഞ്ഞു. ഇന്ന് റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയപ്പോഴാണ് കോട്ടയത്ത് ഈ ആലപ്പുഴയിൽ നിന്ന് ബസ്സിലെത്തി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അവിടുത്തെ പ്രവർത്തകരുമടക്കം KG ബിജുവിന് സ്വീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കള്ളക്കേസിൽ കുടുക്കി എന്നുള്ള ആരോപണം തെളിയിക്കാനുള്ള വസ്തുതകൾ എന്തൊക്കെയാണ്, CCTV ദൃശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആകാംക്ഷ നൽകുന്നതാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ നാളെയോടുകൂടി പുറത്തുവിടും എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ എന്തായാലും സ്വീകരണം അത് കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം സ്വീകരണം നൽകിയത് വലിയ വിവാദമാകുന്നുണ്ട്. അതേസമയം തന്നെ പുറത്തു വരാനിരിക്കുന്ന തെളിവുകൾ എന്താണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.